ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. ഇന്നൊരു വചനം വായിച്ചിട്ട് നമുക്ക് വീഡിയോ കാണാം. യെശയ്യ 55:8. എൻ്റെ ചിന്തകൾ നിങ്ങളുടേത് പോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടെ ഇതിനേക്കാൾ ഉന്നതമത്രേ. ആമേ. അപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിന് നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികളൊന്നും അതൊന്നുമല്ല ദൈവത്തിൻ്റെന്ന്. ദൈവത്തിൻ്റെ ചിന്തകൾക്കും ദൈവത്തിൻ്റെ വഴികൾക്കും നമ്മൾ ഇങ്ങനെ താണ് കൊടുക്കുമ്പോഴായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നന്മ. ഞാൻ എപ്പോഴും ഓർക്കും, ഓരോ കാര്യത്തിന് ഞാൻ പ്രാർത്ഥിക്കും, എന്നിട്ട് അത് നടക്കാണ്ട് വരുമ്പോൾ കരച്ചില്, ബഹളം, എന്നാലും എൻ്റെ ദൈവം എനിക്ക് അങ്ങനെ തന്നില്ലല്ലോ. കുറെ കഴിയുമ്പോൾ എത്ര മനോഹരമായിട്ട് അനുഗ്രഹിക്കണേ, അതിൻ്റെയൊക്കെ ഒത്തിരി നന്നായിട്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അത് നടന്നില്ലെങ്കിൽ അതിമനോഹരമായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചോട്ടെ. കാരണം നമ്മൾ ചോദിക്കണേക്കാളും വലുതായിട്ട് നമുക്ക് തരാൻ മതിയായവനും ദൈവത്തിന്. നമ്മുടെ യേശുമ്പരാൻ അസാധ്യമായതൊന്നുമില്ല. സകലവും എനിക്ക് സാധ്യമല്ലോ എന്ന് പറഞ്ഞ യേശുവിൻ്റെ മക്കളാട്ടോ നമ്മൾ. അപ്പോൾ ആ ഒരു വലിയ ഒരു അതിരാവിലെ ദൈവത്തെ അന്വേഷിക്കണം എന്നല്ലേ. അപ്പം ഞാൻ ഓർത്ത രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്നാ. പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല, ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെ ആരംഭത്തിൽ ദൈവത്തിനോട് ആലോചന ചോദിക്കണം, ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് കാര്യത്തിനായാലും ദൈവം മുമ്പേ നടക്കും. നമ്മുടെ മുമ്പ് നടന്ന ദുർഘടമായ എല്ലാ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് താമ്രവാതിലുകളെ ഇരുമ്പോടമ്പുകളെ കണ്ടിച്ച് കളഞ്ഞതൊക്കെ നിരപ്പാക്കി നമുക്ക് മനോഹരാക്കി തരും. അപ്പം ദൈവത്തിൻ്റെ ചിന്തയ്ക്കും ദൈവത്തിൻ്റെ ചിന്തകളും വഴികളും നമുക്ക് തിരഞ്ഞെടുക്കാൻ പരിശുദ്ധാത്മാവേ അപ്പ പിതാവേ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ആയി തുടങ്ങിയിട്ടോ. ചിലപ്പോൾ ഒരു കാര്യം തുടങ്ങി ആരംഭത്തിൽ പ്രാർത്ഥിക്കാൻ മറന്നു, കുറച്ച് കഴിയുമ്പോൾ അയ്യോ പ്രാർത്ഥിച്ചില്ലോ. ഇപ്പം എനിക്ക് വലിയ സന്തോഷം, എൻ്റെ ദൈവമേ അങ്ങനെയെങ്കിലും ആകണ്ടല്ലോ. എല്ലാത്തിൻ്റെ ആരംഭത്തിൽ കൊച്ചിലേ മുതലേ ട്രെയിൻ ചെയ്ത ദൈവത്തിനോട് ആലോചന ചോദിച്ച് പ്രാർത്ഥിച്ചിട്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലോ, പിന്നെ നമുക്ക് ടെൻഷനില്ലോ, ഇതെല്ലാം നന്നാകും എന്നുള്ള ചിന്ത വരുമല്ലോ. എല്ലാവർക്കും, നമുക്കും കുടുംബത്തിനും ഒക്കെ അങ്ങനെ സാധിക്കട്ടെ. ദൈവം നയിക്കുന്നവരാകട്ടെ. അപ്പോൾ ഇന്ന് ചുരിദാറിൻ്റെ അതിമനോഹരമായ വീഡിയോ, നല്ല അടിപൊളി സെറ്റുകളാണ്. ജോർജറ്റിന്റെ സൂപ്പർ ഹാൻഡ് വർക്ക്, ക്രിസ്റ്റൽ ബീഡൂടെ കൂടിയ ഹാൻഡ് വർക്കിന്റെ സൂപ്പർ ടോൺ ടു ടോൺ. അതിന്റെ ഷോളൊക്കെ കാണണം കേട്ടോ, അടിപൊളി സെറ്റ്. ഈ ഷോള് തന്നെ ഒരു 2000 രൂപയുടെ അടുത്തുണ്ടേ. ഒറിജിനൽ ക്രേപ്പില് കണ്ടോ, ഒരു ലക്നോ വർക്കിന്റെ ബോർഡർ ഡിസൈനും ഉള്ളിൽ ഇങ്ങനെ ഡിസൈൻ, അതിലൊരു ചെറിയ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്ന് ഇങ്ങനെ ലൈറ്റിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അറിയുള്ളൂ. അത് കാരണം ഒരു നല്ല ബും ലുക്ക് ഉണ്ട്. നല്ല പാർട്ടി വെയർ ജോർജറ്റാട്ടോ. ക്രേപ്പിന്റെ ഷോള്, ബോട്ടം സാൻഡോൺ ബോട്ടം, സോഫ്റ്റ് ബോട്ടം, സെയിം ടു സെയിം ആണ്. വർക്ക് കണ്ടല്ലോ അല്ലേ. റേറ്റ് 2190. വലിയ റേറ്റ് ഇല്ല. ഈ സെറ്റിന്റെ വില അനുസരിച്ച് അങ്ങനെ വലിയ റേറ്റ് ഒന്നുമല്ല. ബ്ലൂ, നല്ല രസമുള്ള വർക്ക്. എനിക്ക് അതിൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഷോള, നല്ല ഷോള്. ബോട്ടം ടോൺ ടു ടോൺ ആയത് കാരണം അതിമനോഹരമാണ്. സെയിം എല്ലാ ഇതായത് കാരണം അതിമനോഹരമാണ്. പീച്ച് 2-3 ഷെയ്ഡ് വെച്ച് അന്വേഷിക്കണം കേട്ടോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ കിട്ടുകയെ. ചിലർ കടയിൽ വരുമ്പോൾ ഒത്തിരി അകലെന്നായിരിക്കും സിംഗിൾ ഇത് ഓർക്കുന്നിട്ട് അവർക്ക് വരുമ്പോൾ കിട്ടില്ല, എന്നിട്ട് അവർക്ക് സങ്കടം. അപ്പോൾ എനിക്കറിയാം, ഞാനിങ്ങനെ എനിക്കിടയ്ക്ക് പണ്ടൊരു ഇതുണ്ടായിരുന്നു. ചില എന്തെങ്കിലും ഒരു പടം കണ്ടിട്ട് ആ കളർ തന്നെ അന്വേഷിച്ച് നടക്കും, എന്നിട്ട് കിട്ടില്ല.
എന്നിട്ട് ഭയങ്കര സങ്കടം, വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ എൻ്റെ സമയം വേസ്റ്റ് ആവും. ഇപ്പം അങ്ങനത്തെ പരിപാടിയില്ല. കുറച്ച് നാൾ അങ്ങനെ വട്ടം ചുറ്റിയതാ. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോകില്ല. കാണുമ്പോൾ നല്ലത് നോക്കി അങ്ങ് എടുക്കും. കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടം വരില്ല. നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്തിട്ട് പോയിട്ട് അപ്പൊ കിട്ടണേ നല്ലത് നോക്കി അങ്ങ് എടുക്കുമ്പോൾ സമാധാനം ഉണ്ടാവും. ബ്ലാക്ക് അടിപൊളി കേട്ടോ, നല്ല രസമുള്ള സെറ്റാട്ടോ. ഇതൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ. കുറെ കളർ ചാർട്ട് ഉണ്ട്. അങ്ങനെ സെറ്റ് കുറച്ചേ ഉള്ളൂ. നല്ല പീച്ച്, നല്ല എല്ലാം നല്ല പേസ്റ്റൽ ചാർട്ട്, നല്ല കളർ ചാർട്ടുകളാട്ടോ. അതിന്റെ ഗുണം എന്നാ വെച്ചാൽ ഈ ചാർട്ടിൽ ഡാർക്കും ലൈറ്റും ഒക്കെ അവർ മിക്സ് ചെയ്തിട്ടുണ്ട്. ഡാർക്കും ലൈറ്റ്, സാധാരണ പേസ്റ്റൽ ചാർട്ടൊക്കെ വരുമ്പോൾ ലൈറ്റ് ഷെയ്ഡാ. ഇതില് എല്ലാ ഷെയ്ഡും ഉണ്ട്. ഡാർക്കും ലൈറ്റും മിക്സ് ചെയ്ത് വെച്ചേക്കോ. രണ്ട് ചാർട്ടും ഒന്ന് ഒന്നിച്ച് കയറ്റി വിട്ടതായിരിക്കും. നമ്മൾ എടുക്കൂലോ ഇതിന്റെ ഡിസൈൻ കാണിക്കുമ്പോ ഇത്ര കളറുണ്ടെന്ന് പറഞ്ഞ. ആഷിന്റെ ലൈറ്റ് ആഷ് നല്ല രസയില്ലേ? ന്യൂജനിന്റെ കളറാ. ഇതൊക്കെ കണ്ടാലും അവരെടുക്കുള്ളൂ. ഇനി ഒരു സോഫ്റ്റ് സിൽക്ക്, നല്ല സോഫ്റ്റ് സിൽക്ക്. സോഫ്റ്റ് സിൽക്കില് ഹാൻഡ് വർക്ക് ആട്ടോ. വർക്ക് കണ്ട, കോട്ട ഷോൾ ഫുൾ വർക്ക്. ടോൺ ടു ടോൺ തന്നെയാ, സാൻഡോൺ ബോട്ടോ. ടോപ്പിന്റെ മെറ്റീരിയലും കണ്ടല്ലോ അല്ലെ, സോഫ്റ്റ് സിൽക്കിന്റെ. നല്ല ഡ്രസ്സില്ലേ ഇതിന്റെ വർക്ക് കാണാൻ? അടിപൊളി സെറ്റ് അല്ലേ? റേറ്റ് എത്ര? 1799. 1799. അതിന്റെ കളേഴ്സ് ഒക്കെ കാണാൻ നല്ലതാട്ടോ. ആഷ് ഇങ്ങനെ ഒത്തിരി സോഫ്റ്റ് ചേർന്നിരിക്കണം, ഒത്തിരി മണ്ണം തോന്നിക്കാണ്ട് സോഫ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല സെറ്റാ. ചേർന്ന് കിടന്നോളും. ഞാൻ അങ്ങനെ കാണിച്ചു. ആഷിലെ പിങ്ക് ഷോൾ, ഇങ്ങനെ വർക്ക് ഭയങ്കര നല്ല ആര്യ വർക്ക് പോലെ, നല്ല വർക്ക്. ജോർജറ്റ് വേണ്ട, എന്നാൽ സോഫ്റ്റ് ആയിട്ട് ചേർന്നിരിക്കണം സിൽക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, ചിലർ ജോർജറ്റ് ഇടില്ലാത്തവരില്ലേ, അങ്ങനത്തെവർക്കൊക്കെ ഒത്തിരി നല്ലതാണ്. ചേർന്നിരുന്നോളും. നല്ല ക്രീം അല്ലേ? ഫങ്ഷനൊക്കെ പോകാൻ നല്ല രസമല്ലേ? ബ്ലാക്കും ഈ ക്രീം ഓഫ് വൈറ്റ് ഒക്കെ എന്ത് രസാ. ബ്ലാക്ക് ഇനി ഒരു സിൽക്കിന്റെ, സോഫ്റ്റ് സിൽക്കിന്റെ, പോച്ചമ്പള്ളി സിൽക്കില് സിൽക്ക് ഷോളുമായിട്ടൊരു ആദ്യമായിട്ടാട്ടോ നമ്മളിത് കാണിക്കണതേ. കണ്ടോ, പോച്ചമ്പള്ളി സിൽക്ക്, സിൽക്ക് ഷോള്. ബോട്ട ഇത് റേറ്റ് എത്രയാ? ഷോളിനൊക്കെ നീളം ഉണ്ട് കേട്ടോ. 1790. മൊത്തം സോഫ്റ്റ് സിൽക്കാണ്. പ്രിന്റഡ് സിൽക്കിന്റെ സെറ്റ്. നല്ല സോഫ്റ്റ് ഷോള്. അയ്യോ, നല്ല ഈ പ്രിന്റഡ് സിൽക്ക് സാരികളില്ലേ സോഫ്റ്റ്, ഇങ്ങനെ
ടോപ്പിന്റെ തുണിനേക്കാളും സോഫ്റ്റ് ഷോള്. ടോപ്പും നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല ഡിസൈൻ. വർക്കൊന്നും ഇഷ്ടമില്ലാത്തവരൊക്കെ ഇല്ലേ, നല്ല നല്ല രസമില്ലേ, കളർ കോമ്പിനേഷനും ഒക്കെ നല്ലതാണ്. ബോട്ട ഇത് പോച്ചമ്പള്ളി ഡിസൈൻ തന്നെ നല്ല സ്റ്റൈലാ. നല്ല കളർ കോമ്പിനേഷനുകളാട്ടോ, നല്ല എലഗന്റ് ലുക്ക് തോന്നിക്ക് ഇട്ടാലതെ. ഇതൊക്കെ ഷോൾ ഇങ്ങനെ ഇട്ടാൽ നല്ലതല്ലേ, വർക്കൊന്നുമില്ലല്ലോ. ബോട്ടം പീച്ച്, പീച്ച് എല്ലാ കളറും കണ്ടല്ലോ അല്ലേ, 2-3 കളറൊക്കെ അയച്ചു തന്നേരെ. കൊറേ വെറൈറ്റി ഉണ്ട്, അടിപൊളി സെറ്റുകളാ. യേശുവിന്റെ കൃപയാട്ടോ, ഇങ്ങനെ എല്ലാ ഡീലേഴ്സും പുതിയത് നല്ല സെറ്റ് നോക്കി അയച്ചു തരുന്നുണ്ട്. ഈ സമയത്തൊക്കെ സെറ്റ് കിട്ടുമോ, നീ എന്ത് ചെയ്യൂന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുമ്പോ അടിപൊളി സെറ്റുകൾ. ഓർഗൻസൈഡ് ഒരു വെറൈറ്റി സൂപ്പർ കണ്ടോ. ഷോളിത്, ഷോളിന്റെ അരികത്തും തിക്ക് വർക്ക് കേട്ടോ. ആ വർക്കും ഭയങ്കര സ്റ്റൈലാട്ടോ, അതേ കണ്ടോ. നല്ലൊരു കോഫി ബ്രൗൺ, കോഫി ബ്രൗൺ ആണോ, ചോക്ലേറ്റ് ബ്രൗൺ, നല്ല കളറാട്ടോ. ചോക്ലേറ്റ് ബ്രൗൺ നല്ല സ്റ്റാൻഡേർഡ് കളറല്ലേ, നല്ല ഓർഗൻസ. ഈ ഓർഗൻസ ഇടുമ്പോ തടിയുള്ളവരൊക്കെ ചോദിക്കണേ ഞങ്ങക്ക് വണ്ണം തോന്നിക്കൂലേന്നാ. അയ്യോ ഭയങ്കരമായിട്ട് ഒതുങ്ങൂട്ടോ. ഇതിങ്ങനെ ഭയങ്കര സോഫ്റ്റ് ഓർഗൻസ ആട്ടോ, അതേ കണ്ടില്ല, പടപട ഓർഗൻസ അല്ല. ഇത് ഒത്തിരി കോസ്റ്റ്ലി നല്ല മെറ്റീരിയൽ അല്ലേ. ഇതിൽ തന്നെ ഈ എംബ്രോയിഡറി തന്നെ തയ്ച്ചപ്പോ നോക്കാതെ എത്ര കൂടിയതിലായിരിക്കും. ഇത്ര എംബ്രോയിഡറി ചെയ്തിട്ട് വല്ല ആ മെറ്റീരിയൽ കൂടിയതിൽ ഇങ്ങനെ എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഷോളും അതുപോലെ ഒത്തിരി സോഫ്റ്റ് ആട്ടോ, ഒത്തിരി ചേർന്ന് കിടക്കണ കേട്ടോ. ഓർഗൻസി ഒക്കെ ഇട്ടാലും ഒരു നല്ല ലുക്കാട്ടോ, ഭയങ്കര ഡിമാൻഡാ. ഓർഗൻസയുടെ സെറ്റിന് ഭയങ്കര ഡിമാൻഡ്. മെറൂൺ, അതിന്റെ ഷോളിന്റെ തിക്ക് വർക്കും ഈ ബോർഡർ ഡിസൈൻ തന്നെ ഷോളിന്റെ ഒരു വശത്തേ ഉള്ളൂ കേട്ടോ, ഒരു വശത്ത് ലേസ് വർക്കാ. ഷോളൊക്കെ നീളമുണ്ട്. വൺ സൈഡ് ഇടുവോ, വൺ സൈഡ് വർക്കുള്ളപ്പോ വൺ സൈഡ് ആയിരിക്കും രസം, വൺ സൈഡ് ഇട്ടാ മതി. ഓർഗൻസ ചേർന്നിരുന്നോളും, നല്ല ഭംഗിയാ. ഞാൻ ഓർഗൻസ എടുത്തത് കാരണമാണ് ഞാൻ എടുത്തോ എന്നൊക്കെ പറയണേ. പീച്ച് റേറ്റ് 1890 കേട്ടോ. ഉണ്ടായില്ല എന്റെ ലൈനിങ് ഇതിന്റെ ബോട്ട ഉള്ളി വെച്ചാൽ അതിന്റെ കറക്റ്റ് ഷെയ്ഡ് കാണാൻ പറ്റുള്ളേ. അതിന്റെ മേത്തേട്ട് വെക്കുമ്പോ നീലയായി പോവും. ഞാൻ പിടിച്ചപ്പോ അത് താഴത്തേട്ട് കണ്ടോ, ഇങ്ങനെ വെച്ചാലാണ് ഇതിങ്ങനെ. ഇത് ബോട്ടം തന്നെ ലൈനിങ് ആക്കിയിട്ട് ഇതിന്റെ ലെഗിൻസോ ആങ്കിൾ ലെങ്തോ അങ്ങനെ എന്തെങ്കിലും എടുത്താലും മതി കേട്ടോ. ഇതിന് കറക്റ്റ് അല്ലെങ്കിൽ ഡൈ ചെയ്തൊക്കെ കളർ എടുക്കേണ്ട വരും. ഓർഗൻസിക്ക് കറക്റ്റ് കളറായിരിക്കണം ലൈനിങ്, അപ്പോഴതിന്റെ ആ ഭയങ്കര രസമായിട്ട് ഇട്ടാല്. ആഷ് എല്ലാ കളറും അടിപൊളിയാ, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ചേർന്നിരുന്നോളൂ. എല്ലാരും ഓർഗൻസ് കാണുമ്പോ തടി ഞാൻ തടി തോന്നുന്നില്ല, ഒരു ഡ്രസ്സ് ഇടൂല. എനിക്ക് ചേർന്നിരിക്കണം. എല്ലാ മനുഷ്യർക്കും വണ്ണമുള്ളവരുടെ ഒരു ആഗ്രഹമല്ലേ, മെല്ലിച്ച് കാണണം എന്ന്.
ഇനി ജോർജറ്റിലൊരു വർക്കുള്ള സെറ്റ്. ഷോളും ടോപ്പും സെയിം ആട്ടോ. കോൺട്രാസ്റ്റ് ആഷ് കളർ ബോട്ടം, കോട്ടൺ സിൽക്ക്. സിഗരറ്റ് ബാൻഡ് അടിച്ചാൽ മതി, അല്ലേ ചുരി അടിച്ചോ. ഷോള് കണ്ടോ, ഫുൾ വർക്ക്. അരികത്ത് പൈപ്പിങ്ങും ഉണ്ട്. ഈ ഷോള് ബോട്ടത്തിന് തന്നെ പൈപ്പിങ്ങും ഉണ്ട്. റേറ്റ് കുറവാട്ടോ, 1499 ഉള്ളൂ. നല്ല സെറ്റാ, 1499. നല്ല കളർ കോമ്പിനേഷൻ ആണ്. ഹാൻഡ് എംബ്രോയിഡറി ആണ്. ഷോളില് മിഷൻ എംബ്രോയിഡറി ആട്ടോ. ഷോള് ഫുൾ വർക്ക് ഉണ്ട്. 1499 ഉള്ളൂ. നല്ല സെറ്റാ. ആഷ് നല്ല കളർ കോമ്പിനേഷൻ ആണ്. ഫോട്ടോ എടുക്കാൻ വെച്ചേക്കാം. നാളെ ഫോട്ടോ ഇട്ടെന്ന് പറഞ്ഞാൽ ഇതായിരിക്കും കേട്ടോ. ഫോട്ടോ ഇടുന്നത് മുന്തിരി കളറ്, പിങ്ക്, ഗ്രീൻ. നല്ല സൂപ്പർ വർക്ക് കാണണോ? ഈ റേറ്റിന് ഇത് നല്ലതാ. 1499 നല്ല സെറ്റാ. നല്ല ബോട്ടോ. ആഷ്, അയ്യോ ബോട്ടിൽ ഗ്രീൻ. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. ബോട്ടിൽ ഗ്രീൻ. നമ്മുടെ ചിന്ത അപ്പടി ഇതിലായിരിക്കണം. എട്ടയ്ക്ക് ഇങ്ങോട്ടും മാറുമ്പോൾ എനിക്കിങ്ങനെയാണെങ്കിൽ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് കുത്തിയിരിക്കാൻ ഭയങ്കര മടിച്ചിയാ. എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഇങ്ങനെ നടക്കണതാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഇത്രയും നേരം നല്ല കോൺസെൻട്രേഷനിൽ നമുക്കിരിക്കണ്ടേ. എട്ടയ്ക്ക് അറിയാണ്ട് മാറിപ്പോവുക ചിന്തയൊക്കെ. സർവശക്ത. ബോട്ടിൽ ഗ്രീനിൽ ഈ വർക്ക് വന്നപ്പോ നല്ല രസമില്ലേ? നീ കോട്ട. ബോട്ടം നല്ല പ്യുവർ കോട്ടൺ. കോട്ടയുടെ യോക്കിൽ ഇങ്ങനെ വർക്കുണ്ട്. ഷോളൊക്കെ കണ്ടോ? കോട്ടയുടെ നല്ല കോട്ട ഷോള്. റേറ്റ് എത്ര? 1299. നല്ല സെറ്റാട്ടോ. റേറ്റിന് നല്ല സെറ്റാ. എല്ലാ കോട്ടയൊന്നും അധികം കിട്ടിയിട്ടില്ല. $1299. പീച്ച് ഒരു സഫയർ ഗ്രീൻ യോക്ക്. അടിയിലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവര്. ബോർഡറിൽ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട് അടിയിൽ. ബോട്ട് ചെയ്ത് ലെങ്ത് ഒക്കെ കിട്ടും കേട്ടോ. ലെങ്ത് ഒക്കെ നന്നായിട്ടുണ്ട്. നല്ല രസാ. അടിയിൽ അങ്ങ് ഇറങ്ങി എന്നിട്ട് ബോട്ടം ഇങ്ങനെ സ്കർട്ട് പാൻറ് കൂടി അടിക്കുമ്പോൾ ലെങ്തില് നല്ല ലെങ്തും ഉണ്ട്. ഷോളായാലും നല്ല കോട്ടാ ഷോള്. കളർ കോമ്പിനേഷൻ തീർന്നില്ലേ? ഇനി ഒരു അടിപൊളി സെറ്റ്. സോഫ്റ്റ് സിൽക്ക്. സോഫ്റ്റ് സിൽക്കില് ടോൺ ടു ടോൺ ആട്ടോ. അടിപൊളി പാർട്ടി വെയറാ. നോക്കിയേ, ആ മെറ്റീരിയൽ കണ്ടോ? ഗ്രീൻ സിൽക്ക് മെറ്റീരിയൽ ഇല്ലേ? ഗ്രീൻ സിൽക്കിലാ. ആ ലെങ്തും ഉണ്ട് കേട്ടോ. ലെങ്ത് ഉണ്ട്. ഷോള് ക്രേപ്പില് ഫുൾ വർക്ക്. ഇത് കണ്ടോ?
ക്രേപ്പ് ഷോൾ. ഒത്തിരി പേർക്ക് ക്രേപ്പ് ഷോൾ ഇഷ്ടമുള്ളവരുണ്ടല്ലോ. ഫുൾ വർക്ക് ടോൺ ടു ടോൺ. എന്നാ റേറ്റ്? 1790. 1790. സാൻഡോൺ മെറ്റീരിയലാ. ബോട്ടം സൂപ്പർ സംഭവം. ഫങ്ഷൻ വെയറിന് സൂപ്പറാ. ഇനി നന്നായിട്ട് ഒതുങ്ങിയിരിക്കും ഷോൾ. ഇത് ഒതുങ്ങാൻ ആഗ്രഹമുള്ളവർക്കും. പിന്നെ ടോൺ ടു ടോണുമാണ്. നല്ല ബേജ് കളറ്. ഷോളിത് വേണമെങ്കിൽ ഇത് ലൈനിങ് ആക്കിയിട്ട് ഇതിൽ ഒരു റെഡ് കളർ ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റ് അവര് ഇതിട്ടിട്ടുണ്ട്. അത് സ്കർട്ട് പാൻറ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഷോൾ ഇങ്ങനെ അങ്ങനെ ഫാഷൻ കുറെ സെറ്റ് വന്നിട്ടുണ്ടല്ലോ. ഇത് ലൈനിങ് കൊടുത്താലും മതി. നമുക്ക് ഏതെങ്കിലും ഉള്ള ഈ കളർ ഏകദേശം കാണുമല്ലോ, അങ്ങനെ ഇട്ടാലും മതി. കോഫി മെറൂൺ. ബോട്ടേത് നല്ല കളേഴ്സാണ്. സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാൻ പറ്റണ്ടോ? ഞാൻ സ്പീഡിലൊന്നും അല്ലല്ലോ പോണേ. ബോട്ടേത് ഇനിയൊരു ജോർജറ്റിന്റെ ഒരു ജോർജറ്റ് അല്ലേ, ജോർജറ്റ് ഫുൾ സ്പ്രെഡ് ചെയ്ത് സീക്വൻസ് വർക്കൊക്കെ ഉള്ള ഒരു ബും ലുക്ക് തോന്നിക്കും. നല്ല സെറ്റാ. വിത്ത് ലൈനിങ് ആട്ടോ. പേസ്റ്റൽ ചാർട്ടൊക്കെയാ. ബാക്ക് പ്ലെയിൻ ആട്ടോ. ഷോള് പ്ലെയിൻ. അരികത്ത് ഇങ്ങനെ സാറ്റിൻ ലേസും പിടിപ്പിച്ചിട്ടുണ്ട്. ഷോള് നീളമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇടാനും ഉണ്ട്. എത്ര റേറ്റ്? 990. വിത്ത് ലൈനിങ്ങാ. 990. നല്ല പേസ്റ്റൽ കളേഴ്സാ. ജോർജറ്റ് നല്ല ലുക്കില്ലേ? അതിന്റെ കളർ ചാർട്ട് നല്ല രസാ. പേസ്റ്റൽ ഗ്രീൻ. ബ്ലാക്ക്. ഇതില് ഡാർക്ക് ലൈറ്റും വന്നിട്ടുണ്ട്. ഇതും ഡാർക്ക് ലൈറ്റും വന്നിട്ടുണ്ട്. പീച്ച് നല്ല പേസ്റ്റൽ കളറാണ്. വിത്ത് ലൈനിങ്. ആ ലൈനിങ് അന്വേഷിച്ച് കിടക്കണ്ട. ഷോളാങ്കിൽ നല്ല സോഫ്റ്റ് ക്രേപ്പിന്റെ ഷോളും ആട്ടോ. 990. മെറൂൺ. ഡാർക്കും ലൈറ്റും എല്ലാം ഉണ്ട്. ഇങ്ങനെ ഇട്ടാ മതിയല്ലോ. ക്രീം. ബിസ്ക്കറ്റ് കളർ. എല്ലാം കണ്ടോ? ഓരോന്ന് ഓർഡർ തന്നേരം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. 15-ാം തീയതി വരെ നമ്മുടെ ഷെയർ ചെയ്യണം കേട്ടോ. സമ്മാനമൊക്കെ ഉണ്ട് കേട്ടോ. 15-ാം തീയതി കഴിഞ്ഞത്തെ വീഡിയോയില് 4 പേർക്ക് ഒരേ ആഴ്ചയിലുള്ള ഒരാൾക്ക് വെച്ച്. അപ്പം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യണം, ഫോളോ ചെയ്യണം, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇൻസ്റ്റയിലും ഫോളോ ചെയ്യണം. നിങ്ങളുടെ പേരടിച്ചേരെ, അല്ലെങ്കിൽ ഷെയർന്ന് എഴുതിയേരെ, അല്ലെങ്കിൽ പേരടിച്ചേരെ. ഇത് ഞാൻ ടെസറിന്റെ സെമി ടെസർ
ഇതിന്റെ റേറ്റ് കാണുമ്പോ ഇത് അപ്പടി ഇപ്പൊ തന്നെ തീരും. സൂപ്പർ മെറ്റീരിയൽ ആട്ടോ, നിങ്ങൾക്ക് കാണാലോ അല്ലേ. ഒരു സെൽഫ് നിക്കൻ ടെസർ പോലെയുള്ള ഒരു സെൽഫ് ഇതുണ്ട്. ഷോള് കണ്ടോട്ടോ, ശരിക്കും ഒറിജിനൽ ടെസറിനെ വെല്ലും. ബോട്ട ഇത് 990 ഉള്ളൂ. ഞാൻ ചോദിക്കുക 99 ഉണ്ട്. എല്ലാത്തിനും ഞാൻ വില ഇടുമ്പോൾ 999 പറഞ്ഞേ. ഇതേണ്ടോ ഷോളൊക്കെ കണ്ടോ. ഈ ഷോളൊക്കെ കഴിവൊന്നും വേണ്ട, കാറ്റ് കൊള്ളിക്കുക, കുടയുക, തേക്കുക. ഷോള് കഴിയുക എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. അത് കാരണം കേട്ടോ ഞാൻ ഈ കഴുകണ്ട. ഞാൻ ബോട്ടായാലും വല്ല വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് ഡ്രയറിലിട്ടിട്ട് എടുക്കണമായിരിക്കും. കഴുകി ഇങ്ങനെ ഒലിച്ചിങ്ങനെ വരുമ്പോൾ ഈ തുണിയൊക്കെ ഡൈ ചെയ്തുണ്ടാക്കണേ, ഇതിലേതിലേം കളർ പിടിക്കും. എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഡ്രൈ വാഷ് ചെയ്ത് വെച്ചാൽ മതി. കളറൊന്നും പോവില്ലയോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയില്ല. കാരണം നമ്മൾ ഡീലറോട് ചോദിക്കുമ്പോൾ അയാൾ പറയണേ ഡ്രൈ വാഷ് എഴുതി കൊടുക്കാനാ. ഗ്രീൻ ഈ ഷെയ്ഡ്. പീച്ച്. പോട്ടെ, വില ഇത്രയേ ഉള്ളൂ കേട്ടോ. തരുമോന്ന് എടുത്തു. പീച്ചും ആഷും. ഷോളൊക്കെ കണ്ടില്ലേ, അരികത്തൊക്കെ ആ സിൽക്കിന്റെ കൂട്ട് തന്നെ. ലെമണല്ലോ കുറെ കളേഴ്സ് ഉണ്ട്, അടിപൊളിയാ. കുറെ കളേഴ്സ് ഉണ്ട്, അന്നേരം ഒത്തിരി ഇല്ല. ഇത് കാരണം നിങ്ങൾ 2-3 കളറൊക്കെ അയച്ചു, ഏതെങ്കിലും കിട്ടും. കണ്ടോ, ലെമണല്ലോ പിങ്ക്. ഈ റേറ്റിന് ഇതൊക്കെ ഇട്ടോണ്ട് ഒരു ഫംഗ്ഷൻ വെയർ നല്ലതല്ലേ. ഫംഗ്ഷൻ വെയറും കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ബോട്ടേത് സഫയർ ഗ്രീൻ. വീഡിയോയിൽ ചില കളറാന്ന് തോന്നുന്നു നന്നായിട്ട് പ്രൊജക്ട് ചെയ്യണം. എല്ലാവരും ആ കളർ തന്നെ ചോദിക്കും. എല്ലാ കളേഴ്സും സൂപ്പറാട്ടോ. മെറൂൺ, ഗ്രീൻ, ബോട്ടേത്. മുന്തിരി കളറ്, പീച്ച്, റോസ് കൂടിയ പീച്ച് കോമ്പിനേഷൻ. എല്ലാം അടിപൊളി കോമ്പിനേഷൻ. ഇല്ലാത്ത കളേഴ്സ് നോക്കി എടുത്തു. എല്ലാം ഭയങ്കര രസ. ഗ്രീൻ വിത്ത് പർപ്പിൾ ലൈലാക്ക്. ഇവര് ഓരോന്നിനും അവിടെ നിൽക്കുന്നവരോട് വർത്താനം പറഞ്ഞിട്ട് എനിക്ക് ചിരി വന്നു. ഈ ആംഗ്യ ഭാഷയിലൊക്കെ നിങ്ങൾ ഓർക്കു തന്നെ ചിരിക്കണേന്ന്. നിങ്ങളുടെ ഇവിടെയൊക്കെ കൊറോണ മാറിയോ? യേശുവിന്റെ കൃപയെ ഞങ്ങളുടെ ഇവിടെ ഇപ്പൊ കുറഞ്ഞു. അത് കാരണം എല്ലാ ദിവസവും കട തുറക്കാം. ആഷ് നീ കൂടാണ്ടിരുന്നാ മതി, ഇതങ്ങ് മാറിപ്പോയാ മതിയായിരുന്നു. ആഷും ബിസ്ക്കറ്റ് കളറും. പീച്ച്, തോരും കളർ കോമ്പിനേഷൻ ആണെന്നറിയാവോ. ഇനി സെമി ജൂട്ടില് ഒരു വർക്കുള്ള സെറ്റ്, ഭയങ്കര രസമുള്ള സെറ്റ് കേട്ടോ. സെമി ജൂട്ട് മെറ്റീരിയൽ കണ്ടല്ലോ, വർക്ക് കണ്ടല്ലോ, സോഫ്റ്റ് ആയിട്ട് ചേർന്നിരുന്നോളും. സെമി ജൂട്ട്
അതും ടെസർ ഷോളിൽ ഫുൾ വർക്ക്. എന്ത് ഇങ്ങനെ ഇത് നമ്മള് 1600 700 800 സെറ്റിൽ വന്നോണ്ടിരുന്ന ഷോളാട്ടോ. റേറ്റ് എത്ര? 999 സെറ്റാ. നല്ല ഭംഗിയില്ലേ ഷോളൊക്കെ? കണ്ടോ ഇത് ഗ്രാൻഡാ. 999. ഭയങ്കര രസ കോമ്പിനേഷൻ അല്ല. ചാണക പച്ച വിത്ത് നേവി ബ്ലൂ. ബോട്ടേത് 999. കോട്ടൺ സിൽക്ക് ആട്ടോ. സൂപ്പർ ഷോളും സെറ്റ്. ജൂട്ട് മെറ്റീരിയലിലാണ്. നല്ല ഡിസൈൻ. ആഷില് പിങ്ക് ഷോള് നോക്ക്. ബോട്ടേത് നല്ലതല്ലേ? ഇപ്പൊ ഈ സമയത്ത് വലിയ റേറ്റും ഇല്ല, നല്ല രസമില്ല തയ്ച്ചിട്ടാലും ഒക്കെ. മെറൂൺ ബോട്ടം. പീച്ച് ബോട്ട ഇത്. അപ്പോൾ എല്ലാ സെറ്റും ഒക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഷെയർ ചെയ്യാൻ ഇതെല്ലാം മറക്കരുത്. എല്ലാവരെയും ശുഭ്രം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.